ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കുറേ ദിവസമായി ഞങ്ങളൊരു പടത്തിന് പോയിട്ട് അപ്പോൾ ഇന്നൊരു പടത്തിന് പോകാമെന്ന് കരുതിയിട്ട് ഇറങ്ങുകയാണ് വൈകുന്നേരം. അപ്പോൾ ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യാമെന്നും കൂടെ കരുതി. അതിൻ്റെ ഇടയിൽ മാളൂസ് വന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഭയങ്കര കാര്യമായിട്ടൊന്നും ഒരുങ്ങുന്നില്ല, ജസ്റ്റ് മോയ്സ്ചറൈസർ തേച്ചു, സൺ പ്രൊട്ടക്ഷൻ തേച്ചു, പിന്നെ കുറച്ച് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ണൊന്നും അങ്ങനെ എഴുതുന്നില്ല, മസ്കാര മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ബേബി പൗഡറാണ് ഫേസിൽ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഐബ്രോ എഴുതുന്നുണ്ട് കേട്ടോ. പിന്നെ ഫൗണ്ടേഷൻ ഒന്നും ഇടുന്നില്ല, അതിന് പകരമായിട്ടാണ് ബേബി പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്ലഷ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ കുറച്ച് സ്ട്രോബ് ക്രീമും യൂസ് ചെയ്തിട്ടുണ്ട്. സ്ട്രോബ് ക്രീം ഇടുമ്പോൾ കുറച്ചൊരു ഗ്ലോ ആയിട്ടുണ്ടാകും സ്കിന്നൊക്കെ, അപ്പോൾ അതുകൊണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ നോസിൻ്റെ അവിടെയും താടീൻ്റെ അവിടെയൊക്കെ ഈ ബ്ലഷും സ്ട്രോബ് ക്രീമും ഇട്ട് കൊടുക്കും കേട്ടോ. ഇനിയിപ്പോൾ മേക്കപ്പ് ചെയ്യുന്ന ടൈമിലാണെങ്കിലും ഹൈലൈറ്റർ ആണെങ്കിലും നോസിൻ്റെ ടിപ്പിലും താടിയിലും ഒക്കെ ഇട്ട് കൊടുക്കും. പിന്നെ ലിപ്സ്റ്റിക്ക് ഈ ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഭയങ്കര ഹെവി ആയിട്ട് ഭയങ്കര റെഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പരാതിയായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ ഷെയ്ഡ് ഒന്ന് കുറച്ചിട്ടുണ്ട്. പക്ഷേ ഹെവി ആയിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചുണ്ടിലെ പിഗ്മെൻറ്റേഷനൊക്കെ ഭയങ്കര ഡാർക്കായിട്ട് കാണിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഡാർക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അത് കണ്ട് മാളൂട്ടി ലിപ്സ്റ്റിക് എടുത്ത് വാരി തേക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനതൊക്കെ തുടച്ച് സെറ്റാക്കി കൊടുത്തു. മുടി പിന്നെ ഞങ്ങൾ പോണിറ്റൈലാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാനും മാളും പോണിറ്റൈലാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത്. ഹെയർ ഞങ്ങളിപ്പോൾ അടുത്ത് കട്ട് ചെയ്തതുകൊണ്ട് പോണിറ്റൈൽ കെട്ടിയാലോ അഴിച്ചിട്ടാലോ ഒക്കെ കുറച്ച് വൃത്തിയായിട്ട് കിടക്കുന്ന പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെർഫ്യൂമും കൂടെ അടിച്ച് ഞങ്ങൾ പടത്തിന് പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോഴേക്കും മുബിക്കാകെ നേരത്തെ ഇറങ്ങിയിട്ട് വണ്ടിയിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇത്രയും ഒരുങ്ങി ഇറങ്ങിയപ്പോഴേക്കും ലേറ്റ് ആയതുകൊണ്ട് ആൾ ഫുള്ള് കലിപ്പിലായിരുന്നേ. പിന്നെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ നൈസായിട്ടൊരു ചിരിയൊക്കെ തന്ന്. മളു എന്താ പരിപാടി? അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലെത്തി. അപ്പോഴേക്കും മൂവിക്കാകെ പോയി കോഫിയൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പടം തുടങ്ങാനായപ്പോഴേക്കും ഉള്ളിൽ കയറിയിരുന്നു. മാളൂട്ടിയാണെങ്കിൽ കല്യാണീൻ്റെ പടം കാണാൻ വളരെ എക്സൈറ്റഡ് ആണ് കേട്ടോ. ഞങ്ങൾ ലോകയാണ് കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. പരസ്യത്തിൽ കല്യാണീനെ കണ്ടപ്പോൾ പടം തുടങ്ങിയതാണെന്ന് കരുതി മാളൂട്ടി ഇരുന്ന് കയ്യൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെയാണ് അവൾക്ക് പടമല്ല പരസ്യമാണെന്ന് മനസ്സിലായത്. ഗൈസ്, ഞങ്ങളങ്ങനെ പടമൊക്കെ കണ്ട് വീട്ടിലെത്തി. സത്യം പറഞ്ഞാൽ പടം കണ്ട് തുടങ്ങിയതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കണ കാര്യമേ മറന്നുപോയി. കാരണം അത്ര അടിപൊളി പാടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഹീറോയിൻ ആയിരുന്നു കല്യാൺ പ്രിയദർശൻ. എനിക്ക് ഫേവറേറ്റ് ഹീറോയിൻ തന്നെ അത്ര അടിപൊളി. എനിക്ക് ഇഷ്ടമുള്ള സീനിൽ തന്നെ വന്ന് അഭിനയിച്ച ഭയങ്കര ഇഷ്ടമായി പടം. മൊത്തത്തിൽ പടം അടിപൊളി. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഹീറോയിനാണ്. ഇപ്പോൾ ഒന്നുകൂടെ ഫാനായി അതുകൊണ്ട് ഈ പടം കണ്ടപ്പോൾ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ആ സിനിമേൻ്റെ കഥേൻ്റെ ഉള്ളിലായിപ്പോയി. അതാണ് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. കാരണം അത്രയും രസമായിട്ടാണ് ആ സിനിമ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ. അപ്പോൾ എന്തായാലും വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്തിട്ട് ബൈ.